Hello friends, welcome to SAT, Sundays and Tuition Center, Madathambadi and Puthandalikara. Please subscribe to our YouTube channel for new updated videos and also visit sundaysandtuition.blogspot.in. നമ്മൾ പഠിക്കാൻ പോകുന്ന കേരള SSLC Physics Chapter 3, Electromagnetic Induction, വൈദ്യുത കാന്തിക പ്രേരണം. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കാണാത്ത കുട്ടികൾ പാർട്ട് 1 കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുക. ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് മാഗ്നറ്റിക് ഫ്ലക്സ് എന്നുള്ളതാണ്. അപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ അഥവാ വൈദ്യുത കാന്തിക പ്രേരണത്തിലേക്ക് പോകുന്നതിന് മുന്നേ മാഗ്നറ്റിക് ഫ്ലക്സ് എന്താണെന്ന് മനസ്സിലായാൽ മാത്രമാണ് പറയുന്ന കൺസെപ്റ്റിലേക്ക് നമുക്ക് കൃത്യമായ അറിവ് കിട്ടും. അല്ലെങ്കിൽ പറയുന്ന AC ജനറേറ്റർ, DC ജനറേറ്റർ അല്ലെങ്കിൽ അതിൻ്റെ വർക്കിംഗ് ഇതൊന്നും മനസ്സിലാവില്ല. സോ ബിഫോർ ഗോയിങ് ടു ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ നമ്മൾ മാഗ്നറ്റിക് ഫ്ലക്സ് എന്താണെന്ന് പഠിക്കാനായിട്ട് പോവുകയാണ്. നാളെ ദിസ് അവർ ട്യൂഷൻ സെൻറ്റർ നാളെ ഹാപ്പി ടീച്ചേഴ്സ് ഡേ ആണ്. അപ്പോൾ എല്ലാ അധ്യാപകർക്കും അധ്യാപക ദിന ആശംസകൾ അറിയിച്ചുകൊള്ളുന്നു. സെൻറ്റേഴ്സ് ട്യൂഷൻ സെൻറ്റർ പുത്തൻവേലിക്കര. പ്ലീസ് ലൈക്ക്, ഷെയർ, കമൻറ്റ് ദിസ് വീഡിയോസ്. ദിസ് അവർ ട്യൂഷൻ സെൻറ്റർ. ഓക്കെ, ചാർജിങ് ബൈ ഫ്രിക്ഷൻ. അപ്പോൾ നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും ചാർജിങ് ബൈ ഫ്രിക്ഷൻ. എന്താ അതിൻ്റെ അർത്ഥം? അതായത് ഒരു ഗ്ലാസ് റോഡ് എടുക്കുന്നു. ഈ ഗ്ലാസ് റോഡ് എടുത്തിട്ട് നമ്മളൊരു സിൽക്ക് തുണിയിൽ ഇങ്ങനെ ഉരയ്ക്കുന്നു. സിൽക്ക് തുണിയിൽ. ഓക്കെ, സോ വാട്ട് ഹാപ്പൻഡ് ഈസ് ഗ്ലാസ് റോഡിൽ നിന്ന് ഇലക്ട്രോൺസ് സിൽക്കിലേക്ക് ചാടിപ്പോകും. സിൽക്ക് ബിക്കം നെഗറ്റീവ്ലി ചാർജ്ഡ് ബിക്കോസ് ഇലക്ട്രോൺസ് എല്ലാം നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടികളാണ്. ഗ്ലാസ് പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടികളായിട്ട് മാറും. കാരണം ഇലക്ട്രോൺ അവിടെ നിന്ന് നഷ്ടമാവുമ്പോൾ പോസിറ്റീവ് ചാർജ്. ഓക്കെ, ക്ലിയർ? എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ എല്ലാ മാറ്ററും ഇസ് മേഡ് അപ്പ് ഓഫ് ആറ്റം. എല്ലാം എന്തുപയോഗിച്ചാണ്? ആറ്റം ഉപയോഗിച്ചുണ്ടായിരിക്കുന്നത്. വി നോ ദാറ്റ് ഇൻ ആറ്റം ദർ ആർ ടു തിങ്സ്. ന്യൂക്ലിയസ് ഉണ്ട്, ഇലക്ട്രോൺ ഉണ്ട്. ഇലക്ട്രോൺ ന്യൂക്ലിയസിന് പുറത്താണ് നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടികൾ. ഇൻസൈഡ് ദ ന്യൂക്ലിയസ് ദർ ആർ പ്രോട്ടോൺ, പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടികൾ, ആൻഡ് ന്യൂട്രോൺ, നോ ചാർജ് ഇല്ലാത്തത്. ഇത് രണ്ടും ഈക്വൽ ആയതുകൊണ്ട്, പോസിറ്റീവും ഇലക്ട്രോണും പ്രോട്ടോണും ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് ചാർജ് ഒന്നും ഫീൽ ചെയ്യില്ല. പക്ഷെ ഉരയ്ക്കുന്ന സമയത്ത് ഇലക്ട്രോൺസ് ഇങ്ങോട്ട് ചാടിപ്പോകുന്നത് കൊണ്ട് ഇലക്ട്രോൺസ് നഷ്ടമാവുന്നു. ക്ലിയർ? അപ്പോൾ പോസിറ്റീവ് ചാർജ് അധികമാവും. ആ പോസിറ്റീവ് ചാർജാണ് നമ്മളിവിടെ ഈ ഗ്ലാസ്സിൽ കാണുന്നത്. ക്ലിയർ? അപ്പോൾ ദർ ആർ ടു ടൈപ്സ് ഓഫ് ചാർജസ്. വൺ ഈസ് പോസിറ്റീവ്ലി ചാർജ്ഡ് ആൻഡ് അനദർ ഈസ് നെഗറ്റീവ് ചാർജ്. അപ്പോൾ നമ്മളിൽ തന്നെയുണ്ട് ഈ പറയുന്ന പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും ഒക്കെ. ഇത് രണ്ടും നമുക്ക് കിട്ടുകയാണെങ്കിൽ പോസിറ്റീവ് നിന്ന് നമ്മൾ ബൾബിലേക്കും നെഗറ്റീവ് നിന്ന് ബൾബിലേക്കും കൊടുത്ത് ബൾബ് കത്തും. അതാണല്ലോ ഇലക്ട്രിസിറ്റി. അങ്ങനെയാണ് നമ്മൾ ബൾബ് കത്തിക്കുന്നത്. അപ്പോൾ ഈ ചാർജ് സെപ്പറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് ഈ ചാർജ് ഉണ്ടാവുന്നത്? എന്താണ് ഈ ചാർജിൻ്റെ പ്രത്യേകതകൾ? ഇതും മാഗ്നറ്റിസവും കാന്തികതയും തമ്മിൽ എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ചാർജ് നമ്മൾ ശൂന്യതയിൽ നിന്ന് ഉണ്ടാവുന്നതല്ല. നമ്മളിവിടെ ഇങ്ങനെ ഉരയ്ക്കുന്ന സമയത്ത് നമ്മുടെ മെക്കാനിക്കൽ എനർജി മൂലമാണ് ഈ ഇലക്ട്രോൺസ് ചാടിപ്പോകുന്നത്. So that means our mechanical energy is converted into motion of എന്താണ് ഇലക്ട്രോൺ. അപ്പോൾ ഒരു എനർജി വേറെ രൂപത്തിലേക്ക് മാറി എന്നേ ഉള്ളൂ. ക്ലിയർ? അപ്പോൾ നിങ്ങളിപ്പോൾ ഈ ഗ്ലാസ് റോഡ് കൊണ്ടുവന്നിട്ട് നിങ്ങളൊരു ബലൂണിൻ്റെയോ ഏതിൻ്റെയെങ്കിലും അടുത്ത് കൊണ്ടുവന്ന് കഴിയുമ്പോൾ ആ ബലൂണിനകത്തുള്ള ഇലക്ട്രോൺസ് ഒക്കെ ഗ്ലാസ് റോഡിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ നീങ്ങും. അങ്ങനെ ഇവിടെ നെഗറ്റീവ്ലി ചാർജ് ആവും ഈ ഭാഗത്ത്. കണ്ടോ? അങ്ങനെ ചാർജ് സെപ്പറേഷൻ നമുക്ക് സാധ്യമാവും. അപ്പോൾ എല്ലാ വസ്തുക്കളിലും ചാർജ് ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. മറ്റൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു ബലൂൺ എടുക്കുന്നു. ബലൂൺ കുറേ നേരം നമ്മൾ ഈ തുണിയിൽ ഇങ്ങനെ ഉരയ്ക്കുക. ഉരച്ചതിന് ശേഷം നിങ്ങളുടെ വീട്ടിലെ മതിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ബോർഡോ ഇങ്ങനെ എവിടെയെങ്കിലും ഈ ബലൂൺ ഒന്ന് ഇങ്ങനെ ഒട്ടിച്ച് നോക്കിയേ. വെറുതെ ഒന്ന് അത് ചേർത്ത് വെച്ച് നോക്കി, ബലൂൺ അവിടെ ഇരിക്കും. നിങ്ങൾക്ക് സംശയമുണ്ടോ? നീ ചെയ്ത് നോക്കിയോ? ബലൂൺ എടുത്തിട്ട് നിങ്ങൾ ഈ സിലിക്കിൽ നന്നായിട്ട് ഉരയ്ക്കുക. അതിനുശേഷം ബലൂൺ അവിടെ കൊണ്ടുവന്നിട്ട് ഒരു മതിലുമോട്ട് അങ്ങോട്ട് ചേർത്ത് വെക്കുക. ബലൂൺ നിലത്ത് വീഴില്ല, അവിടെ ഇരിക്കും. കാരണം ബലൂൺ നിങ്ങൾ ഉരയ്ക്കുന്ന സമയത്ത് ഇത് ചാർജ് ആവും. ഇറ്റ് മേ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ്. എനിവേ കൺസിഡർ ഇറ്റ് മേ ബി പോസിറ്റീവ്ലി ചാർജ്ഡ്. ഓക്കെ, അപ്പോൾ പോസിറ്റീവ്ലി ചാർജ്ഡ് ആയ ഈ ബലൂൺ നമ്മളൊരു മതിലിൻ്റെ അടുത്ത് കൊണ്ടുവരുമ്പോൾ എന്താ സംഭവിക്കുക? മതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറ്ററാണ്, പദാർത്ഥമാണ്. അതിനകത്ത് ഇലക്ട്രോൺസ് ഉണ്ട്, ആറ്റം ഉണ്ട്. അതിൽ നിന്ന് ഇലക്ട്രോൺസ് ഒക്കെ ഓടിച്ചാടി ഈ സൈഡിലെത്തും. കണ്ടോ? ക്ലിയർ? സോ വാട്ട് ഹാപ്പൻഡ് ഈസ് ഈ പോസിറ്റീവ് ചാർജ് ഇലക്ട്രോണിനെ അട്രാക്ട് ചെയ്യും. അങ്ങനെ ആ ബലൂൺ അവിടെ സ്റ്റിക്ക് ആവും. അപ്പോൾ ഇത് ജീവനില്ലാത്ത പദാർത്ഥങ്ങളാണ്.
ഇവരിൽ ചാർജ് ഉണ്ടായാലും നമ്മൾ ഉരച്ചപ്പോഴാണ് ഉണ്ടായത്. അപ്പോൾ ഓൾറെഡി ഉണ്ടായിരുന്ന ചാർജാണ് ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. കണ്ടോ? അപ്പോഴാണ് അവിടെ ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ഒരു ചാർജിന്റെ അട്രാക്ഷൻ, റിപ്പൾഷൻ അങ്ങനെയുള്ള കേസുകളൊക്കെ വരുന്നത്. അപ്പോൾ ഈ ചാർജ് നമ്മളൊരു ശൂന്യതയിൽ നിന്ന് ഉണ്ടാക്കുന്നതല്ല, ഓരോ പദാർത്ഥത്തിൽ നിന്നും ഉണ്ടാവുന്നതാണ്. There are two types of charges. So before going to these classes, you should understand one thing. There are two type of charges. One is positive charges and another is negative charges. Okay. പോസിറ്റീവ് ചാർജ് എന്ന് നമ്മൾ ആറ്റത്തെ കുറിച്ച് പറയുമ്പോൾ ആറ്റത്തിന്റെ ന്യൂക്ലിയസിനകത്തുള്ള പ്രോട്ടോൺ ആണ് പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ. ന്യൂക്ലിയസിന് പുറത്ത് ഇങ്ങനെ ഒരു പ്രത്യേക പാതയിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന നെഗറ്റീവ് ചാർജ് പാർട്ടിക്കിളാണെന്ത്? ഇലക്ട്രോൺ. ഇത് രണ്ടും പരസ്പരം അട്രാക്ട് ചെയ്യും. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. പോസിറ്റീവ് ചാർജിന്റെ പാർട്ടിക്കിളിന്റെ ആ ഒരു ശക്തി അത് അതിന്റെ ചുറ്റിനും ഉണ്ടാവും. ഇപ്പം നമ്മളൊരു കാന്തം കൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മളൊരു നോർത്ത് പോള്, സൗത്ത് പോൾ, ഒരു കാന്തം കൊണ്ടെന്ന് വെച്ചാൽ കാന്തത്തിന്റെ അടുത്ത് നമ്മളൊരു ആണി കൊണ്ടെന്ന് വെച്ചാൽ എന്ത് ചെയ്യും? ആണി അട്രാക്ട് ചെയ്യും, ഇല്ലേ? ഒരുപാട് അകലെ വെച്ചാലോ ആണി അട്രാക്ട് ചെയ്യോ? ഇല്ല. അതിനർത്ഥം ഈ കാന്തത്തിന്റെ ശക്തി ഏകദേശം ഇത്രയും ഭാഗത്തേക്ക് ഉള്ളൂ, അല്ലേ? അതുപോലെ ഒരു ചാർജിന് ചുറ്റും അതിന്റെ എഫക്റ്റ് ഉള്ള ഒരു ഏരിയ ഉണ്ട്. എത്ര ഏരിയ? ചിലപ്പോൾ ഇത്ര ഏരിയ ഉണ്ടോ? ആ ഏരിയ നമുക്ക് റെപ്രസെന്റ് ചെയ്യണമല്ലോ, അല്ലെങ്കിൽ ആ ഏരിയ ഒന്ന് കാണിക്കണമല്ലോ. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വരയാണ് എന്ത്? ഈ കാണുന്ന ലൈൻ. കണ്ടോ? ഇതിന് വിളിക്കുന്ന പേരാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ച ഒരു കാര്യം മനസ്സിലായി, ഈ പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലും ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ ഡയറക്ഷനിൽ വ്യത്യാസം കൊടുത്തിട്ടുണ്ട് സാർ, അല്ലേ? പോസിറ്റീവിൽ അത് പുറത്തേക്കാണ് എങ്കിൽ നെഗറ്റീവിൽ അതെന്താണ്? അകത്തേക്കാണ്. കണ്ടോ? അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻ ഇത്രയും പ്രദേശത്തെ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് എന്നും റെപ്രസെന്റ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ലൈൻ എന്ന് പറയും. ഇലക്ട്രിക് ഫീൽഡ് ലൈൻ പോസിറ്റീവിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ക്ലിയർ? അതുപോലെ നെഗറ്റീവിലേക്കാണ് അത് വന്ന് ചേരുന്നത്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. പോസിറ്റീവിൽ നിന്ന് ആരംഭിക്കുകയും നെഗറ്റീവിൽ വന്ന് ചേരുകയും ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഇവർ രണ്ടുപേരും അടുത്ത് വരുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ആരംഭിച്ച ലൈൻ ഇതിലൂടെ എന്താണ്? ഇതിലേക്ക് വന്ന് ചേരും. ഇറ്റ് ഈസ് ഡിസ്ട്രോയിഡ്, ക്യാൻസൽ ഔട്ട്. കണ്ടോ? അതുപോലെ ഈ ലൈൻ ഇങ്ങനെ ആരംഭിച്ച് ഇവിടെ വന്ന് ചേരും. ഇത് ഇവിടെ നമ്മൾ എങ്ങനെ ചേരും? ഈ ലൈൻ ഇവിടെ നിന്ന് ആരംഭിക്കുന്നു, നെഗറ്റീവിൽ വന്ന് ചേരുന്നു. ഇവിടെ നിന്ന് ആരംഭിക്കുന്നു, നെഗറ്റീവിൽ വന്ന് ചേരുന്നു. സിമിലർലി ഇത് ആരംഭിക്കുന്നു, നെഗറ്റീവിൽ വന്ന് ചേരുന്നു. ഇതിങ്ങനെ ആരംഭിക്കുന്നു, വന്ന് ചേരുന്നു. കണ്ടോ? അപ്പോൾ പോസിറ്റീവ് നെഗറ്റീവും വന്നു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യും. കണ്ടോ? മനസ്സിലായോ? ഇങ്ങനെ ഇതേപോലെയാണ് സംഭവിക്കുക. പോസിറ്റീവിൽ നിന്ന് ആരംഭിക്കുകയും നെഗറ്റീവിൽ അവസാനിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ സൂക്ഷിച്ചു നോക്കിയ ഒരു കാര്യം മനസ്സിലാവും. ഇത്രയും ഭാഗത്താണ് വരകളുടെ എണ്ണം കൂടുതൽ. ഇവിടേക്ക് ഇങ്ങനെ എടുത്താൽ ഒരു വരയുള്ളൂ, ഇത്രയും ഭാഗത്ത് ഒരു വരയുള്ളൂ. പക്ഷെ അത്രയും വര തന്നെ സാറ്, അത്രയും വളയം തന്നെ ഇവിടെ വരയ്ക്കുമ്പോൾ ഇവിടെ 1, 2, 3 വരയുണ്ട്. അതായത് ഇതിന്റെ തൊട്ടടുത്ത് എന്താണ്? നല്ല ഇലക്ട്രിക് ഫീൽഡ് ആയിരിക്കും. അങ്ങനെ ആയിരിക്കില്ലേ? തൊട്ടടുത്ത് വരുമ്പോൾ നല്ല ശക്തിയായിരിക്കും. അതുപോലെ ഇവിടെയും എന്താണ്? തൊട്ടടുത്ത് വരുമ്പോൾ നല്ല ഇലക്ട്രിക് ഫീൽഡ് ആയിരിക്കും, നല്ല ശക്തിയുള്ള ഇലക്ട്രിക് ഫീൽഡ് ആയിരിക്കും. അതുപോലെ ഇതിന്റെ ഇടയിൽ നോക്കിയാൽ നല്ല ഇലക്ട്രിക് ഫീൽഡ് ആയിരിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്, പോസിറ്റീവിൽ നിന്ന് ആരംഭിച്ച് ഇവിടെ നിന്ന് അവസാനിക്കുന്നു, നെഗറ്റീവിലേക്ക് അവസാനിക്കുന്നു. കിട്ടിയോ? ഇങ്ങനെ ഇതിന്റെ ശക്തി നമ്മൾ സൂചിപ്പിക്കുന്ന ആ ഒരു ഏരിയ ഉണ്ടോ? ആ ഒരു ഏരിയ, ഇത്ര ഏരിയയിലാണ് ഇതിന്റെ ശക്തി ഉള്ളത്. അതന്നെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അത് റെപ്രസെന്റ് ചെയ്യുന്ന ലൈനാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻ. ഓക്കെ, അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് ലൈൻ എന്താണെന്ന് കിട്ടിയോ? വൈദ്യുത ബലരേഖകൾ. ഓക്കെ, വൈദ്യുത മണ്ഡലമാണത്. എന്തിനാണ് സാറേ ഇങ്ങനെ പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ ഞങ്ങളെ പഠിപ്പിക്കുന്നത്? ഇത് അറിഞ്ഞാലേ നമുക്ക് കാന്തവുമായിട്ട്, മാഗ്നറ്റുമായിട്ട് ഇതിനെ കമ്പയർ ചെയ്ത് മാഗ്നറ്റ് എന്താണെന്ന് പഠിക്കാൻ പറ്റും. ഓക്കെ, ലിസൺ. ഒരു പോസിറ്റീവിൽ നിന്ന് ആരംഭിച്ച് നെഗറ്റീവിലേക്ക് അവസാനിക്കും. അപ്പോൾ ഒരു പോസിറ്റീവ് നെഗറ്റീവും തമ്മിൽ എന്ത് ഫോഴ്സാണ് ഉണ്ടാവുക? അട്രാക്റ്റീവ് ഫോഴ്സ്. അട്രാക്റ്റീവ്. ഓക്കെ, ആൻഡ് ഹിയർ ഇത് പോസിറ്റീവ്, ഇതും പോസിറ്റീവ്. അപ്പോൾ എന്ത് സംഭവിക്കും? പോസിറ്റീവിൽ നിന്ന് ആരംഭിക്കുന്നു, അതുപോലെ ഇവിടെയും പോസിറ്റീവിൽ നിന്ന് ആരംഭിക്കുന്നു. അപ്പോൾ ഇവർ തമ്മിൽ എന്ത് ചെയ്യില്ല? ക്രോസ് ചെയ്യില്ല. ഒരു ഫീൽഡ് ലൈൻ മറ്റൊരു ഫീൽഡ് ലൈനെ ഒരിക്കലും ക്രോസ് ചെയ്യില്ല. അതാ ബേസിക് പ്രിൻസിപ്പിളാണ്. ഇലക്ട്രിസിറ്റിയിൽ നമ്മൾ ചാർജിനെ കുറിച്ച് പഠിക്കുന്നൊരു പ്രിൻസിപ്പിളാണ്, ഒരു ഫീൽഡ് ലൈൻ ഒരിക്കലും മറ്റൊരു ഫീൽഡ് ലൈൻ ഇങ്ങനെ ക്രോസ് ചെയ്ത് പോകില്ല.
കിട്ടിയോ? ഒന്നില്ലെങ്കിൽ അവർ തമ്മിൽ ചേരും. ഉണ്ട്. അപ്പോൾ ഇതും തമ്മിൽ ഇങ്ങനെ ചേർന്നു, അല്ലെങ്കിൽ അവർ റിപ്പൽ ചെയ്ത് പോകും. അപ്പോൾ ഇത് പുറത്തേക്കാണ്. പുറത്തേക്കുള്ളതും തമ്മിൽ എന്ത് ചെയ്യില്ല? ചേരൂല. ഇവർ തമ്മിൽ ഒരിക്കലും ഇങ്ങനെ കൂട്ടിമുട്ടാനും ഇടയില്ല, കൂട്ടിമുട്ടില്ല. അപ്പോൾ പിന്നെ അവർക്ക് എന്ത് ചെയ്യണം? അവർക്ക് രണ്ടുപേർക്കും പോകണം. അപ്പോൾ ഇവരെന്ത് ചെയ്യും? ഇങ്ങനെ പോകേണ്ട ആൾ ഇപ്പുറത്ത് വന്ന ആളുടെ ആ ഒരു പുഷ് കൊണ്ട് വളഞ്ഞു പോകും, ഇതും വളഞ്ഞു പോകും. സോ വാട്ട് ഹാപ്പൻഡ് ഈസ് ദേ റിപ്പൽ ഈച്ച് അതർ. മനസ്സിലായോ? കാരണം അതിനിവിടെ നിൽക്കാൻ സ്ഥലം വേണം. അപ്പോൾ ഇതാണ് തടസ്സം. അപ്പോൾ ഇത് പിടിച്ചത് ഒരു തള്ളു കൊടുക്കും. അതുപോലെ ഇതിന് നിൽക്കാൻ സ്ഥലം വേണം. അപ്പോൾ ഇതാണ് തടസ്സം. അപ്പോൾ ഒരു തള്ളു കൊടുക്കും. അപ്പോൾ വാട്ട് ഹാപ്പൻഡ് ഈസ് ദേ റിപ്പൽ ഈച്ച് അതർ. അവരെന്താണ്? അകന്നു പോകും. അപ്പോൾ ഇവിടെ റിപ്പൽഷൻ എന്ന് പറയുന്നതും ഇവിടെ എന്താണ്? അട്രാക്ഷൻ. ഇതിൽ നമുക്ക് എന്ത് മനസ്സിലായി? വ്യത്യസ്ത ചാർജുകൾ വരുമ്പോൾ, അതായത് പോസിറ്റീവ് നെഗറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് പോസിറ്റീവ്, ഇങ്ങനെ വന്നാൽ എന്ത് ചെയ്യും? അട്രാക്റ്റീവ്, അവരെ ആകർഷിക്കും. ഒരേപോലത്തെ വന്നാൽ, സപ്പോസ് പോസിറ്റീവ് പോസിറ്റീവ് അല്ലെങ്കിലോ നെഗറ്റീവ് നെഗറ്റീവ്, അവരെന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. ക്ലിയർ? ഓക്കെ. ഇവിടെ നോക്കിയേ, ഇവിടെ നമുക്കൊരു ബാർ മാഗ്നറ്റ് എന്നുണ്ട്, അതായത് ഒരു ദീർഘചതുരാകൃതിയിലുള്ള ഒരു കാന്തം. ഇപ്പോൾ ചെറിയ ക്ലാസ്സിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും, ഒരു കാന്തത്തിന് എന്ത് പോളുണ്ട്? നോർത്ത് പോൾ ഉണ്ട്, അതുപോലെ ഒരു സൗത്ത് പോൾ ഉണ്ട്. ക്ലിയർ? ഇവിടെ സൗത്ത് പോൾ ബ്ലൂ കളറിലും നോർത്ത് പോൾ നമുക്ക് മനസ്സിലാകാനായിട്ട് റെഡ് കളറിലാണ് കൊടുക്കുന്നത്. ചെറുപ്പത്തിലൊക്കെ ഞാനൊക്കെ ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ ഈ കാന്തം എടുത്തിട്ട് ഒരു തുണിയിൽ ഇങ്ങനെ പൊതിയും. കാന്തം ഇങ്ങനെ കാന്തം തുണി പൊതിഞ്ഞിട്ട് നമ്മളിങ്ങനെ മണലുണ്ടാവും വീടിൻ്റെ അടുത്തൊക്കെ, ആ മണൽ ഇങ്ങനെ ഉരയ്ക്കും. ഉരച്ച് കഴിയുമ്പോൾ ഈ തുണിയിൽ ചെറിയ ചെറിയ ഇങ്ങനെ കാന്തപ്പൊടികളുണ്ടാവും, ചെറിയ ചെറിയ. ഓക്കെ. അങ്ങനെ കുറച്ച് കാന്തപ്പൊടികൾ നിങ്ങൾ ഉണ്ടാക്കുക. അതിന് ശേഷം കാന്തപ്പൊടികൾ ഇട്ടിട്ട് നമ്മൾ ആ കാന്തപ്പൊടികൾ എടുത്തിട്ട് ഈ കാന്തത്തിന് ചുറ്റും ഇങ്ങനെ ചുമ്മിട്ടെന്ന് വിചാരിക്കുക. അപ്പോൾ എന്താ സംഭവിക്കുക? ഇറ്റ് ലുക്ക് ലൈക്സ് ദിസ്. ഇങ്ങനെ ഇരിക്കും. അതായത് ഈ കാന്തത്തിന് ചുറ്റും നമ്മൾ കാന്തപ്പൊടി വെറുതെ വെതറിയുള്ളൂ, പക്ഷെ അതൊരു പ്രത്യേക പാറ്റേണിൽ ഇങ്ങനെ നിൽക്കുന്നതാണ്. കണ്ടോ? പാറ്റേൺ എങ്ങനെയാണ് നോക്കിയേ? അത് കണ്ടോ? ഇവിടെ നിന്നും ആരംഭിച്ച് കണ്ടോ, ഇങ്ങനെ വന്ന് കണ്ടോ, അങ്ങനെ. അതുപോലെ ഇവിടെയും ഉണ്ട്, കണ്ടോ. ഇത് തന്നെയാണ് നമ്മൾ നേരത്തെ ഇലക്ട്രിക് ചാർജസിൽ നമ്മൾ കണ്ടത്. അതുപോലെ ഇവിടെയും കാണുന്നുണ്ട്, കണ്ടോ? മനസ്സിലായോ? ഇതിനകത്ത് ഏറ്റവും കൂടുതൽ കാന്തപ്പൊടിയുള്ളത് ഈ മൂലയ്ക്ക്. അതിൻ്റെ അർത്ഥം ഏറ്റവും കൂടുതൽ വരകൾ ഇവിടെയാണ്, ഈ മൂലയാണ്. ക്ലിയർ ആണോ? ഇവിടെയും ഉണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ശക്തി കാന്തത്തിൻ്റെ എവിടെയാണ്? ഈ പറയുന്ന സ്ഥലത്താണ്. ഈ വരകളെ നമുക്ക് എന്ത് വിളിക്കാം? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്ന് വിളിക്കാം. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്. ഈ വരകൾ എന്തിനാണ് സൂചിപ്പിക്കുന്നത്? ഇവിടെ എത്രത്തോളം ശക്തി ഉണ്ടെന്ന് കാണിക്കാനാണ്. അപ്പോൾ നമുക്ക് ഇതിന് മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത്, മാഗ്നറ്റിക് ഫീൽഡ് കാന്തത്തിന്റെ ശക്തിയുള്ള ഭാഗം എന്നൊക്കെ നമുക്ക് പറയാം. ഓക്കെ, ക്ലിയർ? രണ്ട് കാന്തം എടുത്താലോ? രണ്ട് കാന്തം വെച്ചിട്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ആലോചിച്ച് നോക്കിയേ. നോക്കൂ, ഇവിടെ നമുക്ക് നോർത്തിൽ നിന്ന് സൗത്തിലേക്ക്, ഓക്കെ, ഇങ്ങനെ ഒരു പാറ്റേൺ കിട്ടുന്നുണ്ട്. ശ്രദ്ധിച്ചോ നിങ്ങൾ? ഓക്കെ. അതുപോലെ ഇതുണ്ട്, നോർത്തിൽ നിന്ന് സൗത്തിലേക്ക്. ഓക്കെ, ഇത് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ, സിമ്പിളാണ്. പക്ഷേ ഇവിടെ നോക്കൂ, ഇത് നോർത്താണ്, ഇത് സൗത്താണ്. അപ്പോൾ ഇവിടെ നിന്നും ഇങ്ങനെ ഉണ്ടാവും, നോർത്ത് സൗത്തിലേക്ക്. കണ്ടോ? നോക്കൂ, കണ്ടോ? അപ്പോൾ ഇവർ തമ്മിലൊരു അട്രാക്ഷൻ ആണ്. കണ്ടോ? ഇവിടെ നോക്കൂ, നോർത്ത് സൗത്തിലേക്ക്. കണ്ടോ? അപ്പോൾ ഇതിന്റെ മീനിങ് ഇത്രയേ ഉള്ളൂ. ഈ കാന്തത്തിന് ചുറ്റും അതിന്റെ ശക്തിയുള്ള കുറച്ച് സ്ഥലങ്ങളുണ്ട്. അതിങ്ങനെ വര പോലെ നിൽക്കുന്നുണ്ടോ? കണ്ടോ? അത് നമ്മൾ കാന്തിക ബലരേഖകൾ, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയും. കിട്ടിയോ? പറഞ്ഞ മനസ്സിലായോ? നേരത്തെ നമ്മൾ പോസിറ്റീവ് ചാർജിനെ റിപ്പൽ ചെയ്ത പോലെ, അല്ലെങ്കിൽ പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജിനെ അട്രാക്ട് ചെയ്ത പോലെ തന്നെയാണ് ഇവിടെയും സംഭവിക്കുക. ഓക്കെ, ഇവിടെ നോർത്ത് പോൾ ഇവിടെയും സൗത്ത് പോൾ ഇവിടെയും സെപ്പറേറ്റ് പോൾ വന്നപ്പോൾ അവർ തമ്മിൽ അട്രാക്റ്റഡ് ആയി ഒരു കാന്തത്തെ പോലെ പ്രവർത്തിച്ചു. കണ്ടോ? ക്ലിയർ? ഓക്കെ. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ നോർത്ത് പോൾ, ഇവിടെ സൗത്ത് പോൾ. നേരത്തെ നമ്മൾ പോസിറ്റീവ് ചാർജാണ് ഇവിടെ പറഞ്ഞത്. ഓർക്കുന്നുണ്ടോ നിങ്ങൾ? ഇവിടെ പോസിറ്റീവ് ചാർജ്, നെഗറ്റീവ് ചാർജ്. പോസിറ്റീവിൽ നിന്ന് ആരംഭിച്ച് നെഗറ്റീവിൽ എൻഡ് ചെയ്തു. അതുപോലെയല്ലേ ഇവിടെയും കാണുന്നത്, അല്ലേ? ബട്ട് ദർ ഇസ് എ ഡിഫറൻസ്. ഒരു ഡിഫറൻസ് ഉണ്ട്. എന്താണത്? പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും നമ്മൾ വെക്കുമ്പോൾ പോസിറ്റീവിൽ നിന്ന് ആരംഭിച്ച് നെഗറ്റീവിൽ വന്ന് അവസാനിക്കുന്നു, തീർന്നു. ഇറ്റ് ഈസ് ആൾവേസ് സ്റ്റാർട്ട് ഫ്രം പോസിറ്റീവ് ആൻഡ് എൻഡ് ടു നെഗറ്റീവ്. എപ്പോഴും പോസിറ്റീവിൽ നിന്ന് ആരംഭിച്ച് നെഗറ്റീവിൽ അവസാനിക്കുന്നു. എന്നാൽ ഇവിടെ നിങ്ങൾ നോക്കിയാൽ
നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നിങ്ങൾക്ക് പിക്ചറിൽ അത് വിസിബിൾ അല്ല. നോക്കൂ, ഇവിടെ നിന്ന് ആരംഭിക്കുന്ന ഈ വര, ഇവിടെ നിന്ന് ആരംഭിക്കുന്നത് ഞാൻ പറഞ്ഞ തെറ്റാണ്, അത് തിരിച്ച് പറയാമോ? കണ്ടോളൂ. ഇവിടെ നിന്ന് ആരംഭിക്കുന്നത് ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ നിൽക്കുന്നില്ല, മറിച്ച് ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്നു, ഇവിടെ വന്ന് കണക്റ്റ് ആവുന്നു. കണ്ടോ, ഉള്ളിൽ കൂടെ പോകുന്നുണ്ട്. ഉള്ളിൽ സൗത്തിൽ നിന്ന് നോർത്തിലേക്കും പുറത്ത് നോർത്തിൽ നിന്ന് സൗത്തിലേക്കും നമുക്ക് തോന്നുന്നു. ആക്ച്വലി എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു നമുക്ക് പറയാൻ പറ്റില്ല. മനസ്സിലായോ? ഇറ്റ് ഡസ് നോട്ട് സ്റ്റാർട്ട് ഫ്രം നോർത്ത് പോൾ. ഇത് നോർത്തിൽ നിന്ന് ആരംഭിക്കുന്നു അല്ലെങ്കിൽ സൗത്തിൽ എൻഡ് ചെയ്യുന്നു എന്നും പറയാൻ പറ്റില്ല. സോ ഇറ്റ് ഈസ് ദ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ ആൻ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡിൽ ഇതിങ്ങനെ ഒരു ലൂപ്പാണ്, കണ്ടോ, സൈക്കിൾ പോലെ നമുക്ക് കാണാൻ പറ്റുന്നില്ല എന്നുള്ളൂ. ഇത് അകത്തേക്ക് വരുമ്പോൾ എന്ത് സംഭവിച്ചു? അകത്തേക്ക് വരുമ്പോൾ ഇതുണ്ട്, എല്ലാവരുടെയും വരകൾ ഇതിനകത്ത് കൊണ്ട്, എല്ലാ ലൂപ്പാണ്. അപ്പോൾ മാക്സിമം എത്ര ഇതിനകത്ത് ഉണ്ടാവും അതിനെ നമ്മൾ പെർമിയബിലിറ്റി എന്ന് പറയും. ഏറ്റവും കൂടുതൽ ഉണ്ടെങ്കിൽ പെർമിയബിലിറ്റി കൂടുതലാണെന്ന് പറയും. കിട്ടിയോ? ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ നമ്മൾ നോർത്തിൽ നിന്ന് ആരംഭിച്ചു, എവിടെ നിന്ന് അവസാനിച്ചു, സൗത്തിൽ അവസാനിച്ചു എന്നൊക്കെ ഇപ്പോൾ വേണമെങ്കിൽ പുറത്ത് പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന പോയിന്റ് എന്താണെന്ന് വെച്ചാൽ മാഗ്നറ്റിക് ഫ്ലക്സ് ആണ്. ഇപ്പോൾ നമുക്ക് എന്തൊക്കെ മനസ്സിലായി? ഇപ്പോൾ നമുക്ക് മാഗ്നറ്റിൻ്റെ ചുറ്റുമുള്ള ശക്തിയുള്ള സ്ഥലത്തിൻ്റെ പേര് മാഗ്നറ്റിക് ഫീൽഡ് ആണെന്ന് മനസ്സിലായി. ക്ലിയർ? അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ലൈനാണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ എന്ന് മനസ്സിലായി. പിന്നെ പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജും പോലെ തന്നെയാണ് ഇതിരിക്കുന്നത് എങ്കിലും ഇതിനകത്തൊരു ലൂപ്പാണെന്ന് മനസ്സിലായി. ഇത് നോർത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതല്ല ആക്ച്വലി എന്ന് മനസ്സിലായി. ഇനി ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പോസിറ്റീവ് ചാർജ് മാത്രമായിട്ട് നമുക്കൊരു ബോഡീനെ ചാർജ് ചെയ്യാം, നെഗറ്റീവ് മാത്രമായിട്ട് നമുക്കൊരു ബോഡീനെയും ചാർജ് ചെയ്യാം. അതായത് വി ക്യാൻ സെപ്പറേറ്റ് ദ ചാർജസ്. ഓക്കെ, പക്ഷെ നമ്മളൊരു വലിയ കാന്ത് എടുത്തു, അതിൻ്റെ ഒരു ഭാഗം നോർത്ത് ഒരു ഭാഗം സൗത്തുമാണ്. നമ്മളതിനെ മുറിച്ച് കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻഡ് ഈസ് മുറിച്ച ഭാഗത്ത് ഇവിടെ സൗത്ത് ഇവിടെ നോർത്ത് ആയി പോകും. ദാറ്റ് മീൻസ് വി കനോട്ട് സെപ്പറേറ്റ് എ നോർത്ത് പോൾ ഫ്രം സൗത്ത് പോൾ. ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. പരീക്ഷകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് പറ്റിയാൽ നിങ്ങൾക്ക് ഒരു നോബൽ പ്രൈസ് കിട്ടും, ശ്രമിച്ചോളൂ കേട്ടോ. അപ്പോൾ നോർത്ത് പോളിനെ സൗത്ത് പോളിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. ദാറ്റ് മീൻസ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് സംതിങ് ഡിഫറെൻറ്റ് ദാൻ ഇലക്ട്രിക് ഫീൽഡ്. ഇറ്റ് ലുക്സ് ലൈക്ക് സെയിം ആസ് ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡിനെ പോലെയാണെങ്കിലും മാഗ്നറ്റിക് ഫീൽഡിൽ എന്തോ ഒരു വ്യത്യാസമുണ്ട്. കിട്ടിയോ? ഓക്കെ, ഇനി നോക്കൂ. ഒരു നോർത്ത് പോളും സൗത്ത് പോളും ഒരുമിച്ച് വന്നിരിക്കുന്നു. കണ്ടോ? അപ്പോൾ നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് അതെന്താണ് അട്രാക്റ്റഡ് ആയി. കിട്ടിയോ? ഇനി തിരിച്ച് ഇവിടെ നോക്കൂ, ഒരു നോർത്ത് പോളിൻ്റെ അടുത്ത് വന്നിരിക്കുന്നു. അപ്പോൾ നേരത്തെ നമ്മൾ ഇലക്ട്രിക് ചാർജസ് പറഞ്ഞ പോലെ ഇവർ തമ്മിൽ പരസ്പരം എന്ത് ചെയ്യില്ല, അട്രാക്റ്റ് ചെയ്യില്ല, റിപ്പിൾ ചെയ്യും. കാരണം ഈ നോർത്ത് പോള് എന്താണ് ലൂപ്പ് ഉണ്ടാക്കി സൗത്തിലൂടെയാണ് വീണ്ടും നോർത്തിലേക്ക് വരുന്നത്. കണ്ടോ? അപ്പോൾ ഈ നോർത്ത് പോള് ഇവിടുത്തെ നോർത്ത് പോളുമായിട്ട് വരുമ്പോൾ എന്ത് സംഭവിക്കും? രണ്ടുപേർക്കും സ്ഥലം വേണം നിൽക്കാൻ. രണ്ടുപേരും പരസ്പരം റിപ്പൽ ചെയ്യും. സോ ദിസ് ഈസ് റിപ്പൽ. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ ചാർജിന്റെ കേസിലും ഇതിന്റെ കേസിലും ഒരേപോലെയാണ്. ഓക്കെ, ഇതുപോലെ രണ്ടെണ്ണം വെച്ചിരിക്കുന്നു. ആ രണ്ടെണ്ണത്തിൽ കണ്ടോ നിങ്ങൾ? നോർത്തിൽ നിന്ന് ആരംഭിച്ച് സൗത്തിലൂടെ വന്ന് വീണ്ടും നോർത്തിലൂടെ വന്ന് വീണ്ടും സൗത്തിലേക്ക് കണ്ടോ? അപ്പോൾ ഇങ്ങനെ അതൊന്നും. ഇനി ഇത് മാത്രമായിട്ട് എടുക്കുകയാണെങ്കിൽ നോർത്തിലൂടെ വെച്ച് കണ്ടോ സൗത്തിലൂടെ ഇങ്ങനെ. ഓക്കെ, ഇത് മാത്രമായിട്ട് എടുക്കുകയാണെങ്കിൽ നോർത്തിലൂടെ ആരംഭിച്ച് സൗത്തിലൂടെ കണ്ടോ ഇങ്ങനെ. സോ ഇങ്ങനെയാണ് രണ്ട് കാന്തം വയ്ക്കുമ്പോൾ. ദ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ദ ഏരിയ അറൗണ്ട് എ മാഗ്നറ്റ് ഇൻ വിച്ച് ദർ ഈസ് മാഗ്നറ്റിക് ഫോഴ്സ്. ഇങ്ങനെ നമുക്ക് ഈ മാഗ്നറ്റിന് ചുറ്റും കാണപ്പെടുന്ന ഈ ഏരിയനെ നമുക്ക് എന്ത് പറയാം? മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയാം. അവിടെയാണ് എന്തുള്ളത്? മാഗ്നറ്റിക് ഫോഴ്സ്, കാന്തിക ബലമുള്ളത്. ക്ലിയർ? കൺസിഡർ എ മാഗ്നറ്റ്. ഇവിടെ ഒരു പ്രത്യേക ഏരിയ സാറ് കൺസിഡർ ചെയ്തേക്കാണ്. അവിടെ എത്ര വരകളുണ്ടെന്ന് നോക്കിയേ. 1 2 3 4 വരകൾ. ഓക്കെ, ഇതേ ഏരിയ തന്നെ ഇവിടെ കൺസിഡർ ചെയ്താൽ എത്ര വരകളുള്ളൂ? 2 വരകളുള്ളൂ. ഏതൊക്കെയാണത്? നമുക്ക് 1 2. അതിനർത്ഥം ഇവിടെ സ്ട്രെങ്ത്, ഇവിടെ ശക്തി കുറവാണ്, ഇവിടെ എന്താണ് ശക്തി കൂടുതലാണ്. ഈ ശക്തി അളക്കുന്ന വേർഡാണ് നമ്മൾ ഫ്ലക്സ്. എന്താണ് ഫ്ലക്സ്? ഫ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം ലൈൻസ് ഈ ഏരിയയിലൂടെ പോയിട്ടുണ്ട് എന്ന് പറയുന്നതാണ് ഫ്ലക്സ്. ഇവിടെ ഫ്ലക്സ് 4, ഇവിടെ ഫ്ലക്സ് എത്രയാണ്? 2. അതായത് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ദ മെഷർമെന്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻ പെർ ഏരിയ. ഈ ഏരിയയിൽ ഇത്ര ഏരിയ ഞാൻ എടുത്തോളൂ, ഇതിനകത്ത് എത്ര ലൈൻസ് ഉണ്ട്? 4. അത്ര ഏരിയ തന്നെ ഇവിടെ എടുത്തപ്പോൾ എത്ര ഉള്ളൂ? 2. അതിന്റെ മീനിങ് ഈ സ്ഥലത്ത് മാഗ്നറ്റിക് ഫോഴ്സ് കൂടുതലാണ്. ഓക്കെ, ഇവിടെ മാഗ്നറ്റിക് ഫോഴ്സ് എന്താണ്? കുറവാണ്.
അപ്പോൾ ഒരു മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് എത്രത്തോളം ഉണ്ട് എന്ന് മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ അളക്കുന്ന അളവാണ്, അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്ന ടേം ആണ് എന്ത്? ഫ്ലക്സ്. FLUX, ഫ്ലക്സ്, മാഗ്നറ്റിക് ഫ്ലക്സ്. ഓക്കെ. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഏരിയ. ഏരിയനെ ഡിപ്പെൻഡ് ചെയ്താണ് മാഗ്നറ്റിക് ഫ്ലക്സ് നിൽക്കുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ മാഗ്നറ്റിക് ഫ്ലക്സ് എവിടെയാണ്? ഈ ഭാഗത്താണ് അല്ലേ? ഓക്കെ. So magnetic flux is the number of magnetic field lines, also called magnetic flux density, passing through a closed surface such as a conducting coil. ഒരു ക്ലോസ്ഡ് സർഫസിലൂടെ കടന്നു പോകുന്ന പരമാവധി ലൈൻസിന്റെ എണ്ണമാണ് എന്ത്? മാഗ്നറ്റിക് ഫ്ലക്സ്. സപ്പോസ് നിങ്ങൾ ഈ അമ്പ് ചെയ്യുന്ന കളി കണ്ടിട്ടുണ്ടാവും. അമ്പ് ചെയ്യുന്ന കളി, അതായത് അമ്പ് ഇവിടുന്ന് നമ്മൾ എറിയുന്നു. അപ്പോൾ ഈ അമ്പ് ഇങ്ങനെ വന്ന് ഇവിടെ വന്ന് ഇതാണ് തറയ്ക്കും. ക്ലിയർ? അപ്പോൾ ഇവിടെ റൗണ്ടുകളുണ്ട് ഇങ്ങനെ. അതിനകത്ത് ഏറ്റവും നടുവിലത്തെ റൗണ്ടിൽ വന്ന് കൊണ്ടുകഴിഞ്ഞാൽ നിങ്ങൾ വിജയിച്ചു. നിങ്ങളിങ്ങനെ അമ്പ് ചെയ്യുമ്പോൾ ഇവിടെ ഒന്ന് തറയ്ക്കണമെങ്കിൽ, ഇവിടെ ഒന്ന് കൊള്ളണമെങ്കിൽ ഇത് നിങ്ങൾ എറിയുന്ന അമ്പിനെ പെർപെൻഡിക്കുലർ ആയിട്ട് നിൽക്കണം. കണ്ടോ? ഇങ്ങനെ നിൽക്കണം, എന്നാലേ ഇവിടെ ഒന്ന് കൊള്ളുള്ളൂ. ക്ലിയർ? നേരെ മറിച്ച് നിങ്ങളിങ്ങനെ അമ്പ് എറിയണം. ഓക്കെ. അപ്പോൾ ഇത് ഇത്തിരി ചരിഞ്ഞാണ് ഇരിക്കണമെങ്കിലോ വാടപ്പൻഡിസ് ഈ മോളിൽ കൂടെ പോകുന്ന അമ്പ് ഇങ്ങനെ പോകും, കൊള്ളൂല. ഇതും ഇതിലേ പോകും, ഇത് വന്നിട്ടി അല്ലേ? അപ്പോൾ ഈ ഏരിയ എന്ന് പറയുന്ന പോർഷന്റെ ഓറിയന്റേഷൻ അത് ഏത് തരത്തിലിരിക്കുന്നു എന്നതിനനുസരിച്ചിരിക്കും അതിലൂടെ കടന്നു പോകുന്ന ലൈനിന്റെ എണ്ണം. സപ്പോസ് ഇത് ഓറിയന്റേഷൻ ഇങ്ങനെയാണ് വിചാരിക്കും, നിലത്ത് കിടത്തിയേക്കാണ്. എന്നിട്ട് നിങ്ങൾ എറിയണം. അപ്പം നിങ്ങൾ എറിയുമ്പോൾ ഈ ആരും ഇങ്ങനെ പോയി, ഈ ആരും ഇങ്ങനെ പോയി, ഈ ആരും ഇങ്ങനെ പോയി. കണ്ടോ? നിങ്ങൾ എറിയുമ്പോൾ ഈ ബോർഡിൽ വന്ന് കൊണ്ടില്ല, കാരണം ഈ ബോർഡ് നിലത്തിട്ടൊക്കെയാണ്. അപ്പോൾ ബോർഡും ഈ വരുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈനും ഈ ലൈനും തമ്മിലുള്ള ആംഗിൾ വളരെ പ്രധാനപ്പെട്ടാണ്. അപ്പോൾ ബോർഡിന്റെ ഓറിയന്റേഷൻ, ആ ഏരിയ ഏത് സ്ഥലത്തേക്കൂടെയാണോ ഇത് പോകുന്നത് ആ ഏരിയയുടെ ദിശ വളരെ പ്രധാനപ്പെട്ടാണ്. ഓക്കെ. So the SI unit of magnetic flux is the Weber and derived unit volt second. The CGS unit is the Maxwell. Okay. Magnetic flux is denoted by the symbol phi. Phi. ചിലർ phi മാത്രം എഴുതും, ചിലർ അതിൻ്റെ താഴെ എന്താണ് ഫൈയുടെ കൂടെ ഒരു ബി കൂടി എഴുതാറുണ്ട്. ഓക്കെ. ഇനി നമുക്ക് ഈ ഓറിയന്റേഷനെ ബന്ധപ്പെടുത്തി ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. വാട്ട് ഈസ് ദിസ് മാഗ്നറ്റിക് ഫ്ലക്സ് റിയലി മീൻ? കൺസിഡർ ആൻ ഒബ്സർവർ. ഒരാൾ മുകളിൽ നിന്ന് നോക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ. ഇത് കുറച്ചും കൂടി ഹയർ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യമാണ്. SSLC ബേസിൽ ചിലപ്പോൾ മനസ്സിലായില്ല എന്ന് വരും, എങ്കിലും ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി നമ്മൾ പറയണം. നോക്കൂ, ഇതാണ് ഈ പറയുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് കടന്നു പോകുന്ന സ്ഥലം എന്ന് വിചാരിക്കുക, ഏരിയ. ക്ലിയർ? ഇതാണ് ഏരിയ. ഓക്കെ. ഇത് മാഗ്നറ്റിക് ഫീൽഡ് ലൈനാണ്, തുളച്ച് പോകണുണ്ടോ? പോകുന്നുണ്ട്. ഓക്കെ. ക്ലിയർ? ആൻഡ് ഈ ഏരിയ നിങ്ങൾ നോക്കൂ, ഒരു പാത്രം നമ്മൾ ഇങ്ങനെ ഇട്ടിട്ട് അതിൻ്റെ സെൻറ്ററിൽ നിന്ന് ഒരു കൊടിമരം പണിതു എന്ന് വിചാരിക്കുക. കണ്ടോ? അപ്പോൾ ഈ പാത്രവും ഇതും തമ്മിൽ 90 ഡിഗ്രി എന്ന് പറയുന്ന പോലെ ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് നോൺ ആസ് നോർമൽ. ഉണ്ടോ? ക്ലിയർ? ഈ പോകുന്നത് എന്താണ്? തുളച്ചു പോകുന്നത് ഫീൽഡ് ലൈൻ. അത് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ ഡിനോട്ട് ബൈ ലെറ്റർ ബി. ഇവർ തമ്മിലുണ്ടാക്കുന്ന ഒരു ആംഗിൾ ഉണ്ട്, ഒരു കോണുണ്ട്. ആ കോണ് നമ്മൾ തീറ്റ എന്ന് പറയും. ഇത്രയും അറിയാമെങ്കിൽ നമുക്ക് ആ മാഗ്നറ്റിക് ഫീൽഡ് ബി ഇൻറ്റു ഇതിൻ്റെ ഏരിയ വെക്ടർ ഇൻറ്റു കോസ് തീറ്റ. കോസ് തീറ്റ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഞെട്ടി, കാരണം കോസ് തീറ്റ ചിലപ്പോൾ ചില കുട്ടികൾ കേട്ടിട്ടുണ്ടാവില്ല. അത് അടുത്ത പാഠത്തിൽ, മാത്സിൽ തന്നെ അടുത്ത പാഠത്തിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ്. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ നമ്മളിലുണ്ടെങ്കിൽ, സപ്പോസ് ദിസ് ഈസ് തീറ്റ, ഇത് തീറ്റ എന്ന് പറഞ്ഞ ആംഗിൾ ആണെങ്കിൽ, ഇതിപ്പോൾ 2, ഇത് 3, ഇത് 4 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ കോസ് തീറ്റ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തീറ്റയുടെ അടുത്ത് കിടക്കുന്ന വശത്തിനെ ഈ മട്ടത്രികോണത്തിൻ്റെ കർണം കൊണ്ട് ഹരിക്കുന്നതാണ്. അതായത് 2/4. അതാണ് ഈ കോസ് തീറ്റ എന്ന് ഉദ്ദേശിക്കുന്നത്. കിട്ടിയോ? തീറ്റ ചിലപ്പോൾ 60 ഡിഗ്രി ആവാം. അങ്ങനെയാണെങ്കിൽ 60 ഡിഗ്രിയുടെ അടുത്ത് കിടക്കുന്ന വശത്തിനെ കർണം കൊണ്ട്, അതായത് ഹൈപ്പോട്ടിനസ് ഏറ്റവും വലിയ വശം കൊണ്ട് ഹരിക്കുക. അങ്ങനെ കിട്ടും. ദിസ് ഈസ് നോൺ ആസ് എന്താണ്? ഫൈ, മാഗ്നറ്റിക് ഫ്ലക്സ്. സോ മാഗ്നറ്റിക് ഫ്ലക്സ് ഇസ് ദ പ്രോഡക്റ്റ് ഓഫ്, ഗുണനഫലമാണ് എന്തിൻ്റെ? മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും ഏരിയയുടെയും ഗുണനഫലമാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഡോട്ട് പ്രോഡക്റ്റ് എന്നൊക്കെ പറയും നമ്മൾ. അത് നിങ്ങൾ +1 +2 ഒക്കെ വരുമ്പോൾ പഠിക്കുകയുള്ളൂ. ഓക്കെ. ഇവിടെ പ്രത്യേകത ഇത്രയേ ഉള്ളൂ. കോസ് തീറ്റ എന്ന് പറയുന്നത് 0 ഡിഗ്രി ആകുമ്പോൾ, അതായത് ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസും കിട്ടിയോ
മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ബി ഇതും അതുപോലെ തന്നെ ഏരിയ വെക്ടർ നോർമൽ ഏരിയ വെക്ടറും തമ്മിൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസും ഏരിയ വെക്ടറും തമ്മിൽ 0 ഡിഗ്രി ആണെങ്കിൽ കോസ് 0 ഡിഗ്രി എന്ന് പറയാം നമ്മൾ. കിട്ടിയോ? അതായത് ഇവർ തമ്മിൽ 0 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഇവർ തമ്മിൽ എന്താണ് പാരലൽ, പരസ്പരം പാരലൽ. അപ്പോൾ ഇവർ തമ്മിൽ ആംഗിൾ ഇല്ല. കിട്ടിയോ? അങ്ങനെ വരികയാണെങ്കിൽ കോസ് 0 വരും. കോസ് 0 വല്ല 1 ആണ്. അപ്പോൾ ഫൈ ഉണ്ട്, ഫൈ മാക്സിമം. കിട്ടിയോ? പരമാവധി മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാവും. നേരെ മറിച്ച് ഒരു എക്സാമ്പിൾ കാണിക്കുക. കണ്ടോ, ഇവിടെ ആംഗിൾ ഉണ്ട്. കണ്ടോ, അപ്പോൾ ഇവിടെ ചരിഞ്ഞാണിരിക്കുന്നതെങ്കിൽ പോലും ഈ പറയുന്ന മാഗ്നറ്റിക് ഫീൽഡും ഈ നോർമൽ തമ്മിൽ ഒരു ആംഗിൾ ഉണ്ട്. സപ്പോസ് ദ ആംഗിൾ ഈസ് 90 ഡിഗ്രി. ഇത് 90 ഡിഗ്രി ആണെങ്കിൽ ഇത് എങ്ങനെ ഇരിക്കാം ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയേ. ഇതിങ്ങനെ വരും, ഇതിങ്ങനെ പോകും. കണ്ടോ, 90 ഡിഗ്രി. ഇങ്ങനെ 90 ഡിഗ്രി വരുന്നൊരു സിറ്റുവേഷനിൽ കോസ് 90 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആണ് ആൻസർ. അതിൻ്റെ അർത്ഥം മാഗ്നറ്റിക് ഫ്ലക്സ് 0. അത് എപ്പോഴാണെന്ന് പറയാൻ പറ്റുമോ? എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയേ. ഇതിങ്ങനെ ഇരിക്കുന്നു, ഇതൊന്നും കൂടി ഒന്ന് ചരിച്ചതല്ലേ ഇത്, അല്ലേ? ഇപ്പം എ ഇങ്ങനെയല്ലേ, ഇതൊന്ന് ഇങ്ങോട്ട് നിങ്ങളൊന്ന് തിരിച്ചു കഴിഞ്ഞാൽ ഈ പിക്ചർ പോലെ ആവില്ലേ? ആവും അല്ലേ? ശരിയല്ലേ? ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇത് ഇങ്ങോട്ടും കൊണ്ട് തിരിച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെ നിലത്ത് കിടക്കുന്ന പോലെ ആവും. കണ്ടോ? കിട്ടിയോ? അപ്പോൾ നോർമലി ഇങ്ങനെ വരും. നിങ്ങളുടെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോവില്ല. ഇത് നിലത്തിട്ടേക്കല്ലേ, നിലത്തിടുമ്പോൾ ഇതിൻ്റെ മുകളിൽ കൂടെ അല്ലേ പോവുള്ളൂ. അപ്പോൾ ഇത് തമ്മിലുള്ള ആംഗിൾ എത്ര ഡിഗ്രി വരും? 90 ഡിഗ്രി വരും. 90 ഡിഗ്രി വന്നു കഴിഞ്ഞാൽ ഇത് ഈ ഏരിയനെ ക്രോസ് ചെയ്ത്, അതായത് ഏരിയയുടെ ഉള്ളിൽ കൂടെ എന്ത് പോകുന്നില്ല? നോക്കൂ, ഇതിങ്ങനെ താഴേക്ക് വലിച്ചിട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഈ ഫീൽഡ് ലൈൻ പോകുന്നുണ്ടോ? പോകുന്നില്ല. അപ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സ് എന്തായി പോകും? 0 ഡിഗ്രി. അതായത് ഈ ബ്ലൂ വരുന്ന ഈ ഏരിയ സാറ് ഇങ്ങനെയാക്കി. ഇങ്ങനെയാക്കി. അപ്പോൾ എന്ത് സംഭവിച്ചു? ഇങ്ങനെ താഴേക്കാക്കി. അപ്പോൾ ഈ പറയുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ മുകളിൽ കൂടെ പോകും. പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോവോ? ഇല്ല. ഇതും മുകളിൽ കൂടെ പോകും. ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോവോ? ഇല്ല. ദാറ്റ് ഈസ് മാഗ്നറ്റിക് ഫ്ലക്സ് ഇല്ല, 0. അത് എപ്പോഴാണ് 0 തന്നെ? ഈ നോർമലും ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈനും തമ്മിൽ എത്ര ഡിഗ്രി വരുമ്പോൾ? 90 ഡിഗ്രി വരുമ്പോൾ. അതായത് കോസ് തീറ്റ 90. കിട്ടിയോ? ക്ലിയർ? സോ ദാറ്റ് മീൻസ് മാഗ്നറ്റിക് ഫ്ലക്സ് ഈസ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഓറിയന്റേഷൻ ഓഫ് ദ ഏരിയ. ആ ഫീൽഡ് ലൈൻ കടന്നു പോകുന്ന സ്ഥലം, അത് കടന്നു പോകുന്ന എന്ത് മെറ്റീരിയലിനുള്ളിൽ കൂടെയാണോ അതിൻ്റെ ഷേപ്പ്, മീൻസ് അതിൻ്റെ സ്ഥാനം, അതിൻ്റെ ചലനമൊക്കെ വളരെ പ്രധാനപ്പെട്ടാണ്. അതിൻ്റെ ഏരിയയുടെ ഓറിയന്റേഷനുമായി ബന്ധപ്പെട്ടാണ് മാഗ്നറ്റിക് ഫ്ലക്സ് ഇരിക്കുന്നത്. ആൻഡ് മാഗ്നറ്റിക് ഫ്ലക്സ് ഇസ് ഈക്വൽ ടു ദ പ്രോഡക്റ്റ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് ഏരിയ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് മാഗ്നറ്റിക് ഫ്ലക്സിനെ കുറിച്ച് അറിഞ്ഞാൽ മതി. നോക്കൂ, കാണിച്ചത് ഇങ്ങനെ വരികയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കൂടെ തുളച്ച് പോവും. ഓക്കെ, കണ്ടോ? അപ്പം ഇങ്ങനെ കിടത്തിയിട്ട് എന്ത് സംഭവിക്കും? കിടത്തിയിട്ട് അതിൻ്റെ മീതി കൂടെ പോകും. ഇതാണ് നമ്മൾ പറഞ്ഞത് മാഗ്നറ്റിക് ഫ്ലക്സ് എന്താണ്? 0 എന്ന് പറഞ്ഞത്. അപ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ, ചുരുക്കി പറഞ്ഞാൽ, മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പെസിഫിക് ഏരിയയിലൂടെ കടന്നു പോകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ എന്താണ് എണ്ണമാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ മെഷർമെൻ്റ് ആണ്. അതിൻ്റെ എത്രത്തോളം ഉണ്ട് എന്ന് പറയുന്നതാണ് മാഗ്നറ്റിക് ഫ്ലക്സ്. ഓക്കെ, അപ്പോൾ നൗ യു നോ ദാറ്റ് വാട്ട് ഇസ് മാഗ്നറ്റിക് ഫീൽഡ്, മാഗ്നറ്റിക് ഫ്ലക്സ്, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്. ഓക്കെ, നന്നായിട്ട് മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടി ഈ വീഡിയോ ഒന്നും കൂടി കണ്ടു നോക്കേണ്ടി, ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രമാണ് പാർട്ട് 3യിലേക്ക് പോകേണ്ടത്. ഓക്കെ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ് ദിസ് വീഡിയോ. ഓക്കെ, താങ്ക് യു. Please subscribe to our YouTube channel for new updated videos. Thank you once again.